നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മഴയ്ക്ക് ഒട്ടും ശമനമില്ല. കാലവർഷം ഇങ്ങനെ കലിതുള്ളി നിൽക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കുക. ഈ വടക്കൻ കേരളത്തിൽ നല്ല മഴയും തണുപ്പുമാണെങ്കിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. നിലമ്പൂരോട്ട് ആർക്കാകും? ആരെ തുണയ്ക്കും? അൻവർ തുടങ്ങി വെച്ച തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ വിജയം ആർക്കൊപ്പമായിരിക്കും? വിശദമായ ഈ വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അതിതീവ്ര മഴ തുടരുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട്. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യത. അടുത്ത 5 ദിവസം മഴ ശക്തമാകും. തീവ്രമഴയിൽ കനത്ത നാശം. കോഴിക്കോട് നല്ലളത്തും ആലുവയിലും മരം വീണ് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. പല ട്രെയിനുകളും വൈകി ഓടുന്നു. കട്ടപ്പന എറണാകുളം ദേശീയപാതയിൽ ചുരുളിക്ക് സമീപം മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂർ, വയനാട്, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. നിലമ്പൂരിൽ തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്ന ഇടതുമുന്നണി. LDF മണ്ഡലം കമ്മിറ്റി ഇന്ന് ചേരും. പാർട്ടി സ്ഥാനാർത്ഥിയായി M സ്വരാജും പൊതുസ്വതന്ത്രരും പരിഗണനയിൽ. ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനത്തിന് ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനോടെ തുടക്കം. കൊച്ചിയിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു. അഞ്ചുതെങ്ങ്, അയിരൂർ, വർക്കല ഭാഗങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞു. കൊല്ലത്ത് തീരത്തടിഞ്ഞ 34 കണ്ടെയ്നറുകൾ കൊച്ചി പോർട്ടിലേക്ക് മാറ്റും. മാസപ്പടി കേസിൽ CMRL-നെതിരായ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത് CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹർജി. SFIO റിപ്പോർട്ട് അടക്കമുള്ള രേഖകൾ മുദ്രവച്ച കവറിൽ കോടതിക്ക് കൈമാറിയേക്കും. IPL-ൽ ഒന്നാം ക്വാളിഫയർ ഉറപ്പിച്ച് കിങ്സ് 11 പഞ്ചാബ്. നിർണായക മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചത് 7 വിക്കറ്റിന്. ഇന്ന് ലക്നൌ ബംഗളൂരുവിനെ നേരിടും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഈ മഴ സംബന്ധിച്ച വാർത്തകളിലേക്കാണ് ആദ്യം പോകുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദേവികയും കൊച്ചിയിൽ നിന്ന് സാരംഗ, കോഴിക്കോട് നിന്ന് ലക്ഷ്മി എന്നിവർ ചേരും. ആദ്യം ഞാൻ ദേവികയിലേക്ക് പോവുകയാണ്. ഈ ദേവിക, തെക്കൻ കേരളത്തിൽ മഴ ശക്തമാണ്. തിരുവനന്തപുരത്ത് യെല്ലോ അലേർട്ടാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഐശ്വര്യ, സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ്. കാലവർഷം ശക്തമായതോടുകൂടി ഈ തെക്കൻ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിൽ 2 പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായി. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് നിലവിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുലർച്ചെ മുതൽ ശക്തമായ മഴയും കാറ്റുമാണ് തലസ്ഥാന നഗരിയിൽ അനുഭവപ്പെട്ടതെങ്കിലും നിലവിൽ മഴ ശമിച്ച രീതിയാണുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് കേരള തീരത്ത് 4 മീറ്റർ വരെ ഉയരത്തിൽ തിരമാല ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനും കേരള തീരത്ത് വിലക്കുണ്ട്. ഇന്ന് ഈ തിരുവനന്തപുരത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ഈ ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഐശ്വര്യ. ശരി ദേവിക, ഇനി ഞാൻ സാരംഗിലേക്ക് പോവുകയാണ്. സാരംഗ്, മധ്യ കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ പെയ്ത മഴയിൽ കൊച്ചിയിൽ കനത്ത നാശനഷ്ടങ്ങളല്ലേ ഉണ്ടായത്? തീർച്ചയായും ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മധ്യ കേരളത്തിൽ മഴ ശക്തമായി തുടരുക തന്നെയാണ്. മഴയ്ക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. കഴിഞ്ഞ രാത്രിയിലടക്കം നല്ല മഴയായിരുന്നു. എന്നാൽ ഇന്ന്, അതായത് ഈ നേരം വരെ ചെറിയ മഴയ്ക്ക് നേരിയ കുറവുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് ഇത്തരത്തിൽ ഇടുക്കി, അതുപോലെ തന്നെ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. നിലവിൽ കൊച്ചിയിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നല്ല അതിശക്തമായ മഴ തന്നെയായിരുന്നു കൊച്ചിയിൽ ലഭിച്ചിരുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഇന്നലെ ഇത്തരത്തിൽ ആലുവ അമ്പാട്ടുകടവിൽ ഈ റെയിൽവേ ട്രാക്കിന് സമീപം ഒരു മരം വീഴുന്ന ഒരു സംഭവം ഉണ്ടായി. ഇതോടുകൂടി വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടായി. അതായത് വലിയ ട്രെയിനുകൾ ഉൾപ്പെടെ ദീർഘദൂര ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് ഇന്നലെ ഓടാൻ സാധിച്ചില്ല. എന്തുതന്നെയാലും ആ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി നിലവിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ ട്രെയിനുകളൊക്കെ ഓടുന്നതിന്റെ സമയക്രമത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ യാത്രക്കാരെ കുഴപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ നെടുമ്പാശ്ശേരിയിലും കനത്ത മഴയായിരുന്നു. ആലുവ നെടുമ്പാശ്ശേരി ഭാഗത്തൊക്കെ കനത്ത മഴയായിരുന്നു, ശക്തമായ മഴ തന്നെയായിരുന്നു. പല മേഖലകളിലായിട്ട് വീടുകൾ തകരുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്നതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തിനായാലും ജില്ലാ ഭരണകൂടവും ഉൾപ്പെടെയുള്ള അധികൃതർ ശക്തമായ നിരീക്ഷണത്തിലും കരുതലൊക്കെ എടുത്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള മറ്റു കാര്യങ്ങളും നടപടികളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും തീരദേശത്ത് ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് സമയത്തും ഇത്തരത്തിൽ തിരയേറ്റവും അതുപോലെ തന്നെ വേലിയേറ്റവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിലവിൽ കൊച്ചിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ വേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട മുൻകരുതലുകളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേണ്ട സുരക്ഷാ സംവിധാനങ്ങളും നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇത് പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിലും അതുപോലെ തന്നെ പാലക്കാടും ആലപ്പുഴയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും മറ്റും അപകടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മഴ വർദ്ധിച്ചതോടുകൂടി കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ വലിയ അപകടങ്ങളും നാശനഷ്ടങ്ങളും മരണങ്ങളും ഉൾപ്പെടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്ന് തന്നെയാണ് ഭരണകൂടങ്ങളും അധികൃതരും ഒക്കെ അറിയിക്കുന്നത്. എന്തിനായാലും മഴ നിലവിൽ ശമിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാകുമെന്നുള്ളത് അറിയാൻ കഴിയില്ല. ശരി ദേവിക സാരംഗ്, ഏതായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കുക. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളെല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് പുറത്തിറങ്ങുക. കോട്ടയം രാമപുരം കൂത്താട്ടുകുളം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. രാമപുരം അമനക്കരയ്ക്ക് സമീപമാണ് പാലമരം റോഡിലേക്ക് കടപുഴകി വീണത്. രാത്രി 9:30യോടെയായിരുന്നു സംഭവം. കൂത്താട്ടുകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ മരം മുറിച്ചു നീക്കി. രാമപുരം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കാലവർഷം എത്തിയതോടെ കടലാക്രമണ ഭീതിയിലാണ് തിരുവനന്തപുരം പൊഴിയൂർ നിവാസികൾ. വർഷങ്ങളായി തുടരുന്ന അവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. എത്രയൊക്കെ പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ഇല്ലെന്നും ആക്ഷേപമുണ്ട്. വർഷങ്ങളേറെയായി പൊഴിയൂർ നിവാസികൾ കടലിനോട് പോരാടാൻ തുടങ്ങിയിട്ട്. പലരുടെയും ആകെയുള്ള വീടും സ്ഥലവുമടക്കം കടലാക്രമണത്തിൽ ഇതിനോടകം നഷ്ടമായി. ഓരോ മഴക്കാലത്തും ക്യാമ്പുകളിലാണ് ഇവിടെയുള്ളവർ അഭയം പ്രാപിക്കുന്നത്. പരിഹാരത്തിനായി പല വാതിലുകൾ മുട്ടിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഉയരുന്ന പരാതി. ഈ വർഷകാലത്ത് എല്ലാ ആൾക്കാരും വന്ന് നോക്കി പോകും. ഈ മത്സ്യത്തൊഴിലാളി എങ്ങനെ ജീവിക്കും ഇവിടെ? അല്ലെങ്കിൽ ഒരു സാക്ഷരത എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി പണിക്ക് പോകണമല്ലോ. പണിക്ക് പോകാൻ പറ്റാതെ ഇവിടെ കിടന്ന് ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്താണ് ഇതിൻ്റെ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇതാ കടലും വീടുമായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പരിഹാരം എന്താണെന്ന് അവർ കണ്ടെത്തൂല്ല. അങ്ങനെ ഈ മത്സ്യത്തൊഴിലാളി ബുദ്ധിമുട്ടിച്ചിട്ട് അങ്ങനെ പോയാണ്. കടലിൽ പോകാൻ സാധിക്കാതെ ആയതോടെ യാതൊരുവിധ വരുമാന മാർഗവുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പൊഴിയൂരിലെ ജനങ്ങൾ. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മൃതദേഹവും വഹിച്ച് കിലോമീറ്ററുകളോളം നടക്കേണ്ട ഗതികേടിലാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇപ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു വരുമാനം ഇല്ല. ഈ കാറ്റമഴ വന്നാലും ഈ കടല കൊണ്ട് ആർക്കും പോകാൻ പറ്റുന്നില്ല. ചെറിയ ചെറിയ മരങ്ങളുണ്ട്. ഈ കടലുള്ളിൽ ഇതിനെ നോക്കാതെ പോയാലും ഞങ്ങൾ 10 രൂപ പിടിച്ചിട്ട് വരും. കരയ്ക്ക് മീൻ മൂലം കിട്ടും. ഇപ്പോൾ ഒരു മീൻ വാങ്ങിക്കാൻ പോയാലും ഞങ്ങൾക്ക് ഒരു വീട്ടിൽ ചിലവിന് തന്നെ ഇല്ലെന്ന് പറഞ്ഞാലും 1000 രൂപ വീട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ ജീവിതം നടക്കും. ഇത് വന്ന കാലം തൊട്ട് ഞങ്ങൾ പടന്ന പാടാണ്. ഈ കടൽ വന്നു ഞങ്ങൾക്ക് ഇവിടെ കരയ്ക്കും കൂടെ കരമ്പടി വെള്ളമില്ല. ഇവിടെ പണിക്കുവാനും പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് പുലിമുട്ട് സ്ഥാപിച്ച് സംരക്ഷണം ഒരുക്കണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അധ്വാനിച്ച് സ്വരുക്കൂട്ടിയത് ഓരോന്നും കടലെടുക്കുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കുന്നവർ. പൊഴിയൂർ നിവാസികൾക്കും ജീവിക്കണം. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മഴയുടെ വിശദാംശങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണ്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. വരുന്ന 5 ദിവസവും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ പ്രവചനം. വിശദാംശങ്ങളുമായി ലക്ഷ്മിപ്രിയ ചേരുകയാണ്. ലക്ഷ്മിപ്രിയ, അവിടെയാണ് 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോടും കണ്ണൂരും വയനാടുമാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് ജില്ലാ ഭരണകൂടങ്ങൾ വലിയ ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ട്. അതായത് വയനാട്ടിലടക്കം കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടായതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉടൻ തന്നെ, അതായത് ഈ ഒരു അലേർട്ടുകൾ പ്രഖ്യാപിച്ച ഉടൻ തന്നെ അവിടെ ക്യാമ്പുകളടക്കം തുറന്നിട്ടുണ്ട്. പല കുടുംബങ്ങളെയും ഈ ഒരു ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഇതേപോലെ സമാന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വിലങ്ങാട് ഭാഗത്തായിട്ട് തന്നെ കൂടുതൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അവിടേക്ക് കൂടുതൽ ആളുകളെ മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു റെഡ് അലേർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു ജില്ലകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം രാത്രിയിലെ യാത്ര, അതായത് മലയോര മേഖലകളിലേക്കുള്ള രാത്രിയിലെ യാത്രയും നിരോധിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. അതേസമയം ജില്ലാ കളക്ടർ അടക്കം യോഗം ചേർന്ന് ഇതിനുവേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം ഈ വ്യാപക കൃഷിനാശമാണ് കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു 2-3 ദിവസങ്ങളിലായിട്ട് സംഭവിച്ചിട്ടുള്ളത്. 5 കോടിയിലധികം കൃഷിനാശം സംഭവിച്ചിട്ടുണ്ടെന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും കനത്ത മഴ തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളടക്കം രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടതാണ്. വീടുകളിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആളുകളെല്ലാം മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കനത്ത മഴ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ ഈ ജില്ലകളിലെല്ലാം കനത്ത മഴ തുടരുകയാണ്. ഇപ്പോൾ നേരിയ ശമനമുണ്ടെങ്കിൽ പോലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അതേസമയം കടലാക്രമണത്തിനടക്കം സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്നടക്കം നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നുണ്ട്. അതേസമയം ഏതായാലും ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതയിലാണ്. ഈ ഒരു വയനാടും അതുപോലെ തന്നെ കണ്ണൂരും കോഴിക്കോടും ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി ലക്ഷ്മിപ്രിയ, ഏതായാലും പ്രേക്ഷകർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മഴ ശക്തമാണ്. കണ്ണൂർ, വയനാട്, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മറ്റൊരു വാർത്ത നോക്കിയാൽ കൊച്ചിയിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു. അഞ്ചുതെങ്ങ്, അയിരൂർ, വർക്കല ഭാഗങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞു. കൊല്ലത്ത് പിടിച്ചെടുത്ത 34 കണ്ടെയ്നറുകൾ കൊച്ചി പോർട്ടിലേക്ക് മാറ്റും. വിശദാംശങ്ങളുമായി ദേവിക ഒരിക്കൽ കൂടി ചേരുകയാണ്. ദേവിക, ഇന്നലെ കൊല്ലത്തെ തീരപ്രദേശങ്ങളിലാണ് ഈ ഒരു കണ്ടെയ്നറുകൾ അടിഞ്ഞതെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇതിനി എങ്ങനെയായിരിക്കും, ഇതിൻ്റെ ഒരു നീക്കം എങ്ങനെയായിരിക്കും? ഐശ്വര്യ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ ആലപ്പുഴ, കൊല്ലം തീരങ്ങളിൽ ഈ കൊച്ചിയിൽ മുങ്ങിപ്പോയ ഈ MSC എൽസ 3 എന്ന് പറയുന്ന കപ്പലിന്റെ കണ്ടെയ്നറുകൾ അടിഞ്ഞിരുന്നു. 643 കണ്ടെയ്നറുകളാണ് ഈ കപ്പലിലാകെ ഉണ്ടായിരുന്നത്. അതിൽ 73 കണ്ടെയ്നറുകൾ കാലിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ കൊല്ലം, ആലപ്പുഴ തീരത്തടിഞ്ഞത് ഭാരം കുറഞ്ഞ വസ്തുക്കൾ, അതായത് വസ്ത്രങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞത്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് പുലർച്ചെ ഏകദേശം 2 മണിയോടെയാണ് ഇത്തരത്തിൽ അഞ്ചുതെങ്ങ് ഈ ഭാഗങ്ങളിലായി, അഞ്ചുതെങ്ങ്, വർക്കല ഭാഗങ്ങളിലായി കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞതായി തീരദേശ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, മുതലപ്പുഴി, മാമ്പള്ളി, അഞ്ചുതെങ്ങ് ഭാഗങ്ങളിലായി ഇത്തരത്തിൽ പാഴ്സലുകൾ ഒഴുകി നടക്കുന്നതായും തീരദേശ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ മത്സ്യബന്ധനത്തിന് ഇവിടെ വിലക്കുണ്ട്. എങ്കിലും ഈ കടലിൽ പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം, കരുതലോടെ ഇരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നതിനാൽ അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടെ തന്നെയാവണം മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകേണ്ടതെന്ന നിർദ്ദേശവുമുണ്ട്. നിലവിൽ ആശങ്കയ്ക്ക് വകയില്ല. എങ്കിലും ഇപ്പോൾ തീരദേശ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ ഉള്ളത്. അതിനുള്ളിൽ എന്താണ്, അല്ലെങ്കിൽ കൂടുതൽ പരിശോധനകൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കൂടി എത്തിയ ശേഷം മാത്രമായിരിക്കും. ഈ MSC എൽസ 3 എന്ന് പറയുന്ന ഈ കപ്പലിന് ഈ മുങ്ങിയ സാഹചര്യത്തിൽ ഈ കണ്ടെയ്നറുകൾ മാറ്റുന്ന ചുമതല കരാറുകാരനാണുള്ളത്. അത് എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള നടപടികൾ എന്ന വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗമൊക്കെ ചേർന്ന അടിയന്തര സാഹചര്യവും വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും, തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ഈ കണ്ടെയ്നറുകളുടെ അടുത്തൊന്നും പോകരുതെന്ന് തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്. ഐശ്വര്യ. ശരി, ദേവികയാണ് വിശദാംശങ്ങൾ നൽകിയത്.
ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്നു. മാങ്കുളത്ത് സ്വകാര്യ ബസിന് മുകളിൽ മരവും വൈദ്യുതി പോസ്റ്റും വീണു. ഇന്നലെ രാത്രി കുവൈറ്റ് സിറ്റി പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി 6-ാം മൈലിൽ മരം വീണ് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. നിലമ്പൂരിൽ തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്ന ഇടതുമുന്നണി LDF മണ്ഡലം കമ്മിറ്റി ഇന്ന് ചേരും. പാർട്ടി സ്ഥാനാർത്ഥിയായി M സ്വരാജ് അടക്കം പൊതു സ്വതന്ത്രരും പരിഗണനയിൽ. ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനത്തിന് ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനോടെ തുടക്കമാകും. അരവിന്ദനുണ്ട് വിശദാംശങ്ങളുമായി. അരവിന്ദൻ, അൻവർ തുടങ്ങി വെച്ചൊരു രാഷ്ട്രീയ യുദ്ധമാണ്. ഇപ്പോൾ UDF ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. എന്നാൽ ഇതിൽ അൻവർ തീർത്തും തൃപ്തനല്ല. അതേസമയം ഈ ഒരു അംഗം മുറുക്കാനായി M സ്വരാജിനെ അടക്കം രംഗത്ത് കൊണ്ടുവരാനാണ് LDF ശ്രമിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, തീർച്ചയായും അൻവർ തുടങ്ങി വെച്ച ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പുതിയൊരു തലമാണ് ഇപ്പോൾ നമ്മൾ നിലമ്പൂരിൽ കാണുന്നത്. എന്തായാലും അൻവർ തീർത്തും അസംതൃപ്തനാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ തീർത്തും അസംതൃപ്തി അദ്ദേഹം കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് പ്രകടിപ്പിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അൻവറിനെ എങ്ങനെ UDF ഇനി കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് പ്രധാനമായുള്ള ഒരു ചർച്ചാ വിഷയം. ഒരു പക്ഷേ അൻവറിന്റെ നിരന്തരമായുള്ള ആവശ്യം UDFിലേക്ക് ഒരു പ്രവേശനം ലഭിക്കുക എന്നുള്ളതായിരുന്നു. അതിന് വഴിയൊരുങ്ങാനുള്ള ഒരു സമ്മർദ്ദതന്ത്രമാണോ അൻവർ കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത് എന്നുള്ള കാര്യം UDF നേതൃത്വത്തിന് സംശയമുണ്ട്. എന്തായാലും അൻവറിനെ അന്വയിപ്പിക്കാനുള്ള നീക്കം UDFിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനുള്ള ശ്രമം UDF തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിലാണ് LDFും തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് നടക്കുന്നത്. M സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ പരിഗണിക്കുന്നുണ്ട്. അതേസമയം ഒരു സ്വതന്ത്രനെ നിർത്തണം എന്നുള്ള ഒരു കാര്യവും LDFിന്റെ പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിലെല്ലാം ഇന്ന് നടക്കുന്ന മണ്ഡലം കമ്മിറ്റിയിലും തുടർന്ന് അടുത്ത ദിവസം നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. ഇതിനുശേഷം LDFിനെ അറിയിച്ചതിനു ശേഷം ഉടൻ തന്നെ 30-ാം തീയതിക്കകം തന്നെ LDFിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി M ഗോവിന്ദൻ നിലമ്പൂരിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രമുഖരും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിലമ്പൂരിലെത്തും. എന്തായാലും 1-ാം തീയതി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ LDF പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇരു മുന്നണികളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് NDAയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലുള്ള ചർച്ച സജീവമാവുന്നത്. NDAക്ക് സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള നിലപാടാണ് BJPയിലെ നേതൃത്വത്തിലെ ഭൂരിഭാഗം ഉയർത്തുന്നത്. എന്നാൽ അത്തരമൊരു സന്ദേശം പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളൊരു വാദവും പാർട്ടിയിൽ ശക്തമാണ്. എന്തായാലും അക്കാര്യത്തിലും ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആര്യാടൻ ഷൗക്കത്ത് പ്രചരണം ഇന്ന് രാവിലെ തുടങ്ങും. രാവിലെ 8 മണിക്ക് ആര്യാടൻ മുഹമ്മദിന്റെ കബറടത്തിൽ പ്രാർത്ഥിച്ചായിരിക്കും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുക. അതിനുശേഷം തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തും. വൈകിട്ട് പാണക്കാട് തങ്ങൾ കുടുംബത്തെ സന്ദർശിക്കും. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം UDFും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശരി, അരവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വ ചർച്ചകൾക്കായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. സ്വതന്ത്രനെ നിർത്തിയില്ല എങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനാണ് മുൻതൂക്കം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ PV അൻവർ ഇഫക്റ്റ് ഇല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യം ഏറ്റവും കൂടുതൽ CPMനാണ്. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം കൂടിയാണിത്. നിലമ്പൂരിൽ അൻവറിന്റെ സ്വാധീനം ഏറ്റവും അധികം അറിയാവുന്ന CPM കൃത്യമായി കരുക്കൾ നീക്കിയാണ് മുന്നോട്ട് പോകുന്നത്. 2ാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത്. മറ്റ് 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ LDFും UDFും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയിരുന്നു. സ്വതന്ത്രനാണ് കളത്തിലിറങ്ങുന്നതെങ്കിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി, പ്രൊഫസർ തോമസ് മാത്യു തുടങ്ങിയ പേരുകൾ ഉയരുകയാണ്. പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിന്റെ പേരിനാണ് മുൻഗണന. ഒപ്പം DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി തുടങ്ങിയ പേരുകളും പരിഗണനയിലുണ്ട്. എല്ലാ തന്ത്രങ്ങളും പുറത്തെടുത്ത് മണ്ഡലം നിലനിർത്തുകയാണെങ്കിൽ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി അവസാനിപ്പിക്കാനാകുമെന്ന കണക്കുകൂട്ടൽ കൂടിയുണ്ട് CPMന്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടൻ ഉണ്ണി മുകുന്ദനെതിരെ പരാതിയുമായി മാനേജർ മർദ്ദിച്ചുവെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നുമാണ് നടന്റെ മാനേജറായ വിപിന്റെ പരാതി. വിപിന്റെ പരാതിയിൽ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു. 6 വർഷത്തോളമായി ഉണ്ണി മുകുന്ദന്റെ മാനേജറായി പ്രവർത്തിച്ചു വരികയായിരുന്നു വിപിൻ. തുടർച്ചയായി ചിത്രങ്ങൾ പരാജയപ്പെട്ടതിന്റെ നിരാശയാണ് ഉണ്ണി മുകുന്ദനെന്നും ടൊവിനോ ചിത്രമായ നരിവേട്ടയെക്കുറിച്ച് പ്രകീർത്തിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് പ്രകോപന കാരണമായെന്നും വിപിൻ ആരോപിക്കുന്നു. വിപിന്റെ വിശദമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. താരസംഘടനയായ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും പരാതി നൽകിയതായും വിപിൻ മാധ്യമങ്ങളെ അറിയിച്ചു.
മാസപ്പടി കേസിൽ CMRLനെതിരായ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത് CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയാണ്. SFIO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്നാണ് മാധ്യമപ്രവർത്തകൻ MR വിജയൻ നൽകിയ ഹർജിയിലെ ആവശ്യം. നേരത്തെ വേനലവധിക്ക് ഹർജി പരിഗണിച്ച കോടതി രേഖകൾ മുദ്രവച്ച കവറിൽ കൈമാറാൻ ആവശ്യപ്പെട്ടിരുന്നു. CMRL, എക്സാലോജിക് കമ്പനി, വീണ വിജയൻ എന്നിവരാണ് കേസിലെ എതിർകക്ഷികൾ. സമ്മർ മൺസൂൺ സീസണുകളുടെ വസ്ത്ര ട്രെൻഡുകൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ലുലു ഫാഷൻ വീക്കിന്റെ ആദ്യ എഡിഷൻ കോഴിക്കോട് നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന ഫാഷൻ വീക്കിൽ ഇന്ത്യയിലെ പ്രശസ്തരായ മോഡലുകൾ അണിനിരന്നു. സമാപന ചടങ്ങിൽ ഫാഷൻ രംഗത്തെ മികവിനുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. സ്റ്റൈൽ എക്സലൻസ് മെയിൽ അവാർഡിന് അബ്രർ സഹൂറും സ്റ്റൈൽ എക്സലൻസ് ഫീമെയിൽ അവാർഡിന് അർഷിന സംപൂളും അർഹരായി. പ്രൈഡ് ഓഫ് കേരളയായി തെരഞ്ഞെടുക്കപ്പെട്ട സംവിധായകൻ തരുൺ മൂർത്തിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ്, ലുലു COO രഞ്ജിത്ത് രാധാകൃഷ്ണൻ, കോഴിക്കോട് മോൾ റീജിയണൽ ഡയറക്ടർ ഷെരീഫ് മാട്ടിൽ എന്നിവർ ചേർന്ന് അവാർഡ് സമ്മാനിച്ചു. വിവിധ ബ്രാൻഡുകളുടെ വസ്ത്ര ആഭരണ ട്രെൻഡുമായി തിളങ്ങിയ ഫാഷൻ വീക്ക് കാണികൾക്ക് വേറിട്ട അനുഭവമായി. കേരളത്തിലെ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് രംഗത്ത് പുതിയ ചരിത്രം കുറിച്ച കോസ്മോസ് സ്പോർട്സ് കൂടുതൽ മാറ്റങ്ങളും ഉൽപ്പന്നങ്ങളുമായി റീബ്രാൻഡ് ചെയ്യുന്നു. റീബ്രാൻഡ് ചെയ്ത ആദ്യ ഷോറൂം കണ്ണൂരിൽ ചലച്ചിത്ര താരം ആസിഫ് അലി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തുടനീളം കോസ്മോസ് എന്ന പേരിലാണ് ഇനി ഷോറൂമുകൾ അറിയപ്പെടുക. 2 വർഷത്തിനുള്ളിൽ എല്ലാ ഷോറൂമുകളും റീബ്രാൻഡ് ചെയ്യുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ആബിദ് നിഷാദും കോ ചെയർമാൻ AK ഫൈസലും പറഞ്ഞു. വിപുലീകരിച്ച കോസ്മോസ് ഷോറൂമുകളിൽ സ്പോർട്സ് വെയറുകൾ, കായിക ഉപകരണങ്ങൾ, ഫുട്വെയർ, സൈക്കിൾസ്, ഇലക്ട്രിക് ബൈസൈക്കിളുകൾ, ഫിറ്റ്നസ് ഉപകരണങ്ങൾ എന്നിവയുണ്ടാകും. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കോസ്മോസ് സ്പോർട്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഷോറൂം കണ്ണൂർ ഇപ്പോൾ ജസ്റ്റ് ഇനോഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു. സ്പോർട്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഫസ്റ്റ് ടൈം ലൈഫ് സ്റ്റൈലും കൂടെ വരുന്ന ഒരു ഷോറൂമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് ലൈഫ് സ്റ്റൈൽ, പ്രത്യേകിച്ച് ഫാഷൻ അഡ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ണൂരിനേക്കാൾ മികച്ച ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം കേരളത്തിൽ ഏറ്റവും പുതിയ ട്രെൻഡ്, എനിക്ക് തോന്നുന്നത് ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം മുംബൈയിലും മലബാറിലുമാണ് ഇതിന്റെ ഫസ്റ്റ് ഫാഷൻ ട്രെൻഡ്സ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കോസ്മോസിന്റെ ആദ്യത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഫാഷൻ ലോഞ്ച് ചെയ്യാൻ പറ്റിയ സ്ഥലം കണ്ണൂരാണെന്ന് എനിക്ക് തോന്നുന്നു. ആകർഷകവും ഗുണനിലവാരവുമുള്ള കുടകളുമായി കേരള ദിനേശിന്റെ അംബ്രല്ല ഫെസ്റ്റ്. പയ്യാമ്പലം ദിനേശ് സൂപ്പർ മാർക്കറ്റിൽ കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കുടകൾ 50% വരെ വിലക്കുറവിൽ ഫെസ്റ്റിൽ നിന്ന് ലഭ്യമാണ്. 150 രൂപ മുതലുള്ള വിവിധ തരത്തിലുള്ള കുടകൾ മേളയിൽ നിന്ന് വാങ്ങാനാകും. കേരള ദിനേശ് ചെയർമാൻ MK ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർഗം സെക്രട്ടറി MM കിഷോർ കുമാർ, ഡയറക്ടർമാരായ M. ഗംഗാധരൻ, V. ബാലൻ, V. സതി തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തു. കുടക്കമ്പനികൾ കുട വിൽക്കുന്ന സമയത്ത് സാധാരണക്കാരായ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട്, നേരത്തെ ദിനേശ് ബീഡിയുടെ തൊഴിലാളികളായിരുന്നവർ തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി അംബ്രല്ല യൂണിറ്റ് ആരംഭിക്കുകയും ആ യൂണിറ്റിൽ തൊഴിലാളികളെ കൊണ്ട് നിർമ്മിച്ച് തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് കേരള ദിനേശ് അംബ്രല്ല നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത്. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും നല്ല കുടകളാണ് ദിനേശിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. മറ്റ് കുടക്കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ വിൽക്കുന്ന കുട, ആ കുടക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ഒരു 6 മാസത്തിനകം നമുക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞങ്ങളത് റിപ്പയർ ചെയ്ത് തിരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുട ആയിട്ടുണ്ടെങ്കിൽ ആ കുട മാറ്റി കൊടുക്കാൻ പോലും കേരള ദിനേശ് തയ്യാറാണ്. അപ്പോൾ സാധാരണക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ദിനേശ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും നല്ല ഉൽപ്പന്നങ്ങളാണ്, യാതൊരു മായവുമില്ലാത്ത ഉൽപ്പന്നങ്ങളാണ്, ധൈര്യസമേതം കഴിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ്. അതേപോലെ തന്നെ ധൈര്യസമേതം മഴക്കാലത്തും വേനൽക്കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന കുടകളാണ് ദിനേശിൻ്റെ കുടകൾ. നമ്മുടെ ഒരു ക്യാപ്ഷൻ തന്നെ പ്രായമേതായാലും കാലമേതായാലും കുട ദിനേശിൻ്റെ തന്നെ എന്നുള്ളതാണ്.
IPL-ൽ മുംബൈ ഇന്ത്യൻസിനെ തകർത്ത് ഒന്നാം ക്വാളിഫയർ ഉറപ്പിച്ച് പഞ്ചാബ് കിങ്സ് 7 വിക്കറ്റ് വിജയമാണ് നിർണായക മത്സരത്തിൽ പഞ്ചാബ് സ്വന്തമാക്കിയത്. മുംബൈ ഉയർത്തിയ 185 റൺസ് 18.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് മറികടന്നു. ഇതോടെ 14 മത്സരങ്ങളിൽ 19 പോയിന്റുമായി പഞ്ചാബ് കിങ്സ് ഒന്നാം സ്ഥാനത്തെത്തി. സീസണിലെ 6ാം തോൽവി വഴങ്ങിയ മുംബൈ ഇന്ത്യൻസിന് 16 പോയിന്റുണ്ട്. ഇന്ന് ലക്നൗ ബംഗളൂരുവിനെ നേരിടും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.